ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ റെഡി ആണല്ലോ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ചാപ്റ്റർ 5 സാർ പോവാണ്. ചാപ്റ്റർ 5 എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കണ്ടിന്യൂറ്റി ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +1 മക്കൾ ലിമിറ്റ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എപ്പോഴാണ് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മക്കൾ പഠിച്ച് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് സാർ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക ഒരു പോയിന്റിൽ? അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് f of x be a real valued function and a be any point in the domain of f of x. ആ f of x ന്റെ ഒരു ഡൊമെയിനിൽ ഒരു പോയിന്റ് ആണ് a എങ്കിൽ then നമുക്ക് f of x is said to be continuous at x is equal to a എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എന്താണ്? ലിമിറ്റ്, ആ ഫംഗ്ഷന്റെ ആ ലിമിറ്റിന്റെ വാല്യൂ ആ പോയിന്റിൽ that is equal to എന്തായിരിക്കും? ആ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ എങ്ങനെ റീഡ് ഔട്ട് ചെയ്യുക? ലിമിറ്റ് x tends to a f of x is equal to എന്താണ്? f of a. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇതാണ് നമ്മുടെ ശരിക്കും ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ലിമിറ്റിന്റെ വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ ആ പോയിന്റിൽ എന്തായിരിക്കണം? ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താ? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ ഈ ലിമിറ്റ് x tends to a f of x ഉണ്ടല്ലോ, ഇവനിക്കൊരു വാല്യൂ ഉണ്ടാവണമെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? +1 പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് മക്കളെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക? LHL-ഉം RHL-ഉം എന്താണ്? ഈക്വൽ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. സാർ കൂടുതൽ തിയറിക്കൊന്നും പോകുന്നില്ല. മക്കൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു ലിമിറ്റ്, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്ന ഒരു പോയിന്റിൽ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇതിന് മുമ്പ് ഒരു കഥയുണ്ട്. എന്താണ്? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ LHL RHL-ഉം ഈക്വൽ ആയിരിക്കണം അല്ലെ. യെസ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടാണ്. LHL ഈക്വൽ ടു RHL ആയിരിക്കണം ആദ്യമേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? f of a നോട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാ? ഒരു പോയിന്റിൽ അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഫംഗ്ഷനിൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? LHL-ഉം RHL-ഉം ഈക്വൽ ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് അത് f of a നോട് ഈക്വൽ ആണോ നോക്കണം. അപ്പൊ നമുക്ക് ഇതാണ് വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, LHL RHL ഡിഫൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ഡിസ്കണ്ടിന്യൂസ് എന്ന് വിളിക്കും. അപ്പൊ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് is called the point of discontinuity of f of x. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ആ പോയിന്റിൽ നമ്മൾ LHL RHL ഈക്വൽ അല്ല, അല്ലെങ്കിൽ LHL RHL ഈക്വൽ ആണ്, പക്ഷെ f of a നോട് എന്തല്ല? ലിമിറ്റ് x tends to f of x not equal to f of a. അപ്പൊ അതൊക്കെ വരുമ്പോഴും എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് f where f is defined by f of x is equal to എന്താണ്? 2x plus 3 if x less than 2, 2x minus 3 if x greater than 2. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഇത്. എന്താണ് കാരണം? 2നേക്കാൾ ചെറിയ വാല്യൂസ് വരുന്നത്, അതാണ് ആക്ച്വലി ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക. ദെൻ 2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് വരുന്ന ഫംഗ്ഷൻ ആണ് ഇത് അല്ലെ. അപ്പൊ 2ന്റെ ഗ്രേറ്റർ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇത് വരും. അപ്പൊ ഒരു ഫംഗ്ഷനിൽ ആ പോയിന്റിൽ ലെഫ്റ്റും റൈറ്റും ഡിഫൈൻഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള ഫംഗ്ഷൻസിലെല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള പോയിന്റിലെല്ലാം എന്തായിരിക്കും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ ഇവിടെ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആവാതിരിക്കാനുള്ള ചാൻസ്. അപ്പൊ നമ്മൾ ആ പോയിന്റിലാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ആ x is equal to 2 നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 എന്ന് പറയുന്ന പോയിന്റിൽ അതിന്റെ LHL-ഉം RHL-ഉം കണ്ടുപിടിക്കാൻ പോകണം. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലെ, കാര്യങ്ങളാണ്. LHL is equal to limit x tends to എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? 2ന്റെ LHL എങ്ങനെ പറയാ? 2 മൈനസ് അല്ലെ f of x. ഇനി 2 മൈനസ് എന്ന് വെച്ചാൽ എന്താ? 2നേക്കാൾ ചെറുതാമ ഫംഗ്ഷൻ ഏതാണ്? മനസ്സിലാക്കിയ ഏതാ ഫംഗ്ഷൻ? 2x plus 3. അപ്പൊ അതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to ഇനി 2 എന്ന് എഴുതിയാൽ മതി. 2 മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ചെക്ക് ചെയ്യണം നമുക്ക്. ഫംഗ്ഷൻ ഏതാ? ലെസർ ദാൻ അല്ലെ. അപ്പൊ എന്താ? 2x plus 3. അപ്പൊ ഈ x-ന് 2 കൊടുക്കുമ്പോൾ 2 into 2 plus 3 നമുക്ക് എന്ത് കിട്ടും? ആൻസർ 7 കിട്ടും. ഇനി RHL സാർ ചെക്ക് ചെയ്യാണ്. ലിമിറ്റ് x tends to 2 plus f of x. 2നേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? നമുക്ക് കൊടുക്കണം. അപ്പൊ ലിമിറ്റ് x tends to 2, ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 2x minus 3 കൊടുത്തു. സാർ x 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into 2 minus 3 ആൻസർ 1 കിട്ടും. നോക്കിയേ, LHL-ഉം RHL-ഉം ഈക്വൽ ആണോ? ഈക്വൽ അല്ല. LHL is not equal to എന്താണ്? RHL അല്ലെ. അപ്പൊ തന്നെ നമുക്ക് പറയാം LHL RHL ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് എന്തറിയാം? ഫംഗ്ഷൻ is not continuous at x equal to 2. അതുകൊണ്ട് x equal to 2 is only point of discontinuity നമുക്ക് പറയാം. കാരണം വേറൊരു പോയിന്റിലും ഫംഗ്ഷൻ എന്തല്ല?
ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല. കാരണം നമുക്ക് ഈ ലെസർ ദാൻ ആയിട്ടുള്ള ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഏത് വാല്യൂ എടുത്തോ ഇതെല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നാണ് പറയുക കേട്ടോ. എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പൊ ആ കാര്യത്തിൽ മക്കൾ ഒരു തർക്കമില്ല. എവിടെയാണ് ഒരു ഫംഗ്ഷന്റെ ലെഫ്റ്റും റൈറ്റും ഡിഫൈൻഡ് ആയിട്ടുള്ളത് ആ പോയിന്റിൽ മാത്രമാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള ചാൻസ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്, LHL RHL ഈക്വൽ അല്ല. ഇനി കണ്ടിന്യൂസ് ആവില്ലേ അല്ലെ, ചില പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയേക്കാം അല്ലെ. നമുക്ക് അത്ര ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ സ്ക്രീനിൽ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f where f of x is equal to sin x by x എന്താണ് if x less than 0, if x greater than or equal to 0. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതില് at x is equal to 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെ സാർ പറഞ്ഞു, ആ 0 എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ എന്താ കണ്ടിന്യൂസ് ആണോ. LHL ചെക്ക് ചെയ്യാം ആദ്യം. LHL ലിമിറ്റ് x ടെൻഡ്സ് ടു 0 f of x. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 മൈനസ് എന്താണ് f of x. എന്താണ് നമ്മൾ f of x എന്ന് പറഞ്ഞാൽ x 0നേക്കാൾ ചെറുതാകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ sin x by x. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മുകളിലാണ് 0 മൈനസ്, അടിയിൽ നമുക്ക് എന്ത് ചെയ്തണ്ട 0 മൈനസ് എഴുതണ്ട കേട്ടോ. ഇവിടെ 0 മൈനസ്, ഇവിടെ എന്താണ് പിന്നെ 0 ഇട്ടാൽ മതി. ഇവിടെ ഒന്നും വേണ്ട. നമ്മളൊരു എന്ത് പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. +1 ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin x by x എന്ന് പറയുന്നത് എന്താ മക്കളെ 1 ആണ്. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin x by x എന്ന് പറയുന്നത് 1 ആണ്. സോ അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് എന്താണ് 1 ആണ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി സാർ എന്ത് ചെയ്യുന്നു, RHL കണ്ടുപിടിക്കണം. RHL എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് f of x. അടുത്ത സ്റ്റെപ്പിൽ സാർ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ x 0നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് x + 1. ഇനി എക്സിന്റെ സ്ഥാനത്ത് സാർ 0 കൊടുക്കുമ്പോൾ സാറിന് എന്ത് കിട്ടും 0 + 1 ആൻസർ എന്ത് കിട്ടും 1 കിട്ടും. LHL RHL എന്തായി ഈക്വൽ ആയി അല്ലെ. LHL RHL ഈക്വൽ ആയതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പാടില്ല. നമുക്ക് LHL RHL ഈക്വൽ ആണെങ്കിൽ അത് എന്തിനോടും കൂടി ഈക്വൽ ആയിരിക്കണം, f of a നോടും ഈക്വൽ ആയിരിക്കണം. a എന്ന് പറയുന്നത് ഇവിടെ എന്താ 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ f of 0 കണ്ടുപിടിക്കണം. എങ്ങനെ f of 0 കണ്ടുപിടിക്കുക, ആദ്യം x 0 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടോ ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ നോക്കാം. എന്താ x + 1. ആ x + 1 കൊണ്ടുപോയിട്ട് എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ f of 0 കിട്ടും. എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ സാർ 0 + 1 എന്ത് കിട്ടി 0 കിട്ടിയില്ലേ. സോ സാറിന് പറയാം LHL = RHL = f of 0. therefore function is continuous at x is equal to 0. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താ കണ്ടിന്യൂസ് എന്ന് പറയാൻ everyone in its domain, in its domain. ആ ഒരു ഫംഗ്ഷന്റെ എല്ലാ ഡൊമെയിനിലും നമ്മൾ എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഓക്കെ, എവ്രിവെയർ ഇൻ ഇറ്റ്സ് ഡൊമെയിൻ. ഫംഗ്ഷന്റെ ഡൊമെയിനിൽ ഏത് ഡൊമെയിനിലും നമുക്ക് എന്ത് പറയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്താൽ മതി, LHL RHL ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ്. അത് മക്കൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ ഓൾറെഡി കണ്ടിന്യൂസ് ആണ് തരും, എന്നിട്ട് നമ്മൾ എന്ത് പറയും, അത് അവിടെ അൺനോൺ ആയിട്ടുള്ള ഒരു k വാല്യൂ ഉണ്ടാവും, അത് കണ്ടുപിടിക്കാൻ പറയും. അത്രയും ക്വസ്റ്റ്യൻ ആണ് സാർ ഇവിടെ കാണിക്കുന്നത്. ഇത് ടെക്സ്റ്റിൽ നമുക്ക് പല സെയിം ക്വസ്റ്റ്യൻസ്, ഐ മീൻ ഈ സിമിലർ ക്വസ്റ്റ്യൻസ് പല ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിലൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സാർ ഇവിടെ കാണിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് the function f of x equal to kx + 1 if x less than or equal to 5. 3x - 1 if x greater than 5 is continuous at x equal to 5. അപ്പൊ 5 എന്ന് പറയുന്ന പോയിന്റിൽ LHL RHL ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലെ. എന്നാൽ എന്തായാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് മിനിമം മീൻസ് LHL RHL ഈക്വൽ ആണെന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് അറിയാം അല്ലെ, കണ്ടിന്യൂസ് ആണെങ്കിൽ. അപ്പൊ കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ, LHL RHL കണ്ടുപിടിക്കും, അവർ ഇക്വേറ്റ് ചെയ്യും. ഈക്വൽ ആണെന്നുള്ളത് കാണിക്കുക, ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. നമുക്ക് നോക്കിയാലോ, at x equal to 5 LHL സാറ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 5 f of x. ഓക്കെ, അപ്പോൾ LHL is equal to സാറിന് എന്ത് കിട്ടി, LHL എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 x ടെൻഡ്സ് ടു 5 f of x എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 5 മൈനസ് ആണ് ആദ്യം എടുക്കുന്നത് സാറ്. ഇവിടെ മൈനസ് ഉണ്ട്, അതായത് എന്താ നമ്മളെ 5നേക്കാൾ ലെസ് ദാൻ ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, 5നേക്കാൾ ലെസ് ദാൻ ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, kx + 1. അവിടെ kx + 1 കൊടുത്തു. അതിന് എക്സിന് സ്ഥാനത്ത് സാർ 5 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും 5k + 1. ഇതാണ് നമ്മുടെ LHL. ഇതേപോലെ സാർ എന്ത് ചെയ്യുന്നു, RHL കണ്ടുപിടിക്കുകയാണ്. RHL കണ്ടുപിടിക്കുമ്പോൾ RHL is equal to limit x tends to 5+ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെ, f of x. ഇനി x 5നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷൻ ഏതാ, x 5നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷൻ 3x - 5. അപ്പൊ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്ത് കൊടുക്കും 3x - 5. ഇനി x സാർ 5 കൊടുക്കുകയാണ്, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കും. എന്താ ആൻസർ കിട്ടുക നമുക്ക് 3 × 5 - 5 10 കിട്ടും.
ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അല്ലെ, സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 5, നമുക്ക് LHL RHL ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ. അപ്പൊ 5k + 1 is equal to 10 എന്ന് പറഞ്ഞൂടെ. അതിൽ നിന്ന് k എന്ന് പറയുന്നത് നമുക്ക് 5k is equal to 9, k is equal to 9/5. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സാർ ഡിസ്കസ് ചെയ്തത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ LHL RHL ഡിഫൈൻ ചെയ്തേക്കുന്ന പോയിന്റുകളിൽ LHL RHL ഈക്വൽ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു അൺനോൺ വാല്യൂ ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഓക്കെ, സോ കണ്ടിന്യൂറ്റിയുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഇതാണുള്ളത്. ഇനി നമുക്ക് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള നോക്കാം. യെസ് സ്ക്രീനിൽ കാണാം. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ട് ഡെറിവേറ്റീവ്സ് അറിയണം അല്ലെ. സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ആണ് സാർ കാണിച്ചത്. മക്കൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണാൻ പോവാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ, കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് അല്ലെ, അത് എന്താണ് കോമ്പോസിറ്റ് എന്ന് അറിയണ്ടേ, എന്നാലല്ലേ നമുക്ക് ഡെറിവേറ്റീവ്സ് ചെയ്യാൻ പറ്റൂ. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ സാർ നോക്കിയാൽ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷന്റെ വേരിയബിളിന്റെ സ്ഥാനത്ത്, അതായത് എക്സ് കിടക്കുന്നിടത്ത് വേറൊരാൾ വന്ന് കിടന്നു എന്ന് വിചാരിക്കും. എക്സ് കിടക്കുന്നിടത്ത് x² വന്ന് കിടന്നു വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒരു ഫംഗ്ഷന്റെ വേരിയബിളിന്റെ സ്ഥാനത്ത് വേറൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കിടന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ചുരുക്കത്തില് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ, സൈൻ്റെ ഉള്ളിൽ x² കേട്ടോ. അപ്പൊ സാർ പറയുമ്പോ സൈൻ എക്സ് എന്നാണ് ശരിക്കും കിടക്കേണ്ടത്, നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതിൽ എക്സിന്റെ സ്ഥാനത്ത് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ അത്തരം ഒരു 1 മാർക്ക് ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഭയങ്കര സിമ്പിൾ ആണത്. അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണും, നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ തന്നെ എടുക്കാം അല്ലെ. ഓക്കെ, sin x² എടുക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y is equal to sin x². അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. അതായത് y is equal to sin x² ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ സാർ dy/dx equal to sin x ന്റെ ഡെറിവേറ്റീവ് എന്താ, cos x ആണെന്ന് മക്കൾക്ക് അറിയാലോ. sin x ന്റെ ഡെറിവേറ്റീവ് എന്താ, cos x. അപ്പൊ sin x² ആരാണ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നത്, എക്സിന്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നത് x² ആണ്. അതാണ് മനസ്സിൽ വേണ്ടത്. എക്സിന്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്ന ആരാ, x². അതൊന്ന് വട്ടം വരച്ചു വെക്കാം. അപ്പൊ sin x² എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, അപ്പൊ sin x ആണെങ്കിൽ cos x. അപ്പൊ sin x² ആണെങ്കിൽ എന്താ, cos x². പക്ഷേ ഒരു കാര്യം മക്കൾ ചെയ്യാൻ മറക്കരുത്, ആരാണ് എക്സിന്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നത് അവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡു ചെയ്തിരിക്കണം, ഡെറിവേറ്റീവ് ഓഫ് x². അപ്പോഴാണ് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ദ ചെയിൻ റൂൾ എന്നാണ് നമ്മൾ ഇതിനെ പറയാ. ഓക്കെ, അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്ന് കിടക്കുന്നത് അവൻ എക്സ് ആയിട്ട് വിചാരിച്ച് മക്കൾ കണക്ക് ചെയ്യും, പക്ഷെ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് വന്ന് നടക്കുന്ന ആള്. അപ്പൊ sin x ന്റെ ഡെറിവേറ്റീവ് cos x, sin x² cos x² ഇൻടു എക്സിന്റെ സ്ഥാനത്ത് വന്ന് നടക്കുന്ന x² ഡെറിവേറ്റീവ്. x1 ഡെറിവേറ്റീവ് എന്താ മക്കളെ, 2x. സോ ആൻസർ എന്താ, ഇതിന്റെ ഡെറിവേറ്റീവ് 2x, അത് ഫ്രണ്ടിൽ എഴുതി സാറ് 2x cos x². ഓക്കെ, അപ്പൊ ഇതേ മോഡൽ ക്വസ്റ്റൻസ് ഒരു 1 മാർക്ക് ക്വസ്റ്റൻസുകളൊക്കെ ചോദിക്കാറുണ്ട്. മക്കൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടന്നിരിക്കുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ്. എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആദ്യം അതാണല്ലോ നമുക്ക് അറിയണ്ടേ. അതായത് അതൊരു ഇക്വേഷൻ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാർ ഒരു ഇക്വേഷൻ ഇതാണ്, x + 2y = sin x എന്നൊക്കെ ഒരു ഇക്വേഷൻ എഴുതി. ഇതെന്താ, ഒരു ഇക്വേഷൻ ആണ് അല്ലെ. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താ, ഇത് എക്സും വൈയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ. അത്തരം ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. മെയിൻലി നമ്മൾ പറയുന്ന അരിയത് സാർ എന്ത് ചെയ്തു, y എന്ന് എഴുതി. ഈ ഒരു ഇക്വേഷന് സാറിന് y = f(x) എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ, എഴുതാൻ പറ്റില്ല എന്ന് സാർ എടുത്തു പറയുന്നത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം ഫംഗ്ഷൻസിന് എക്സിന്റെയും വൈയുടെയും മിക്സ് ആയി കിടക്കുന്ന ഇക്വേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാ. അത്തരം ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് സാർ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ ആണ് സാർ എടുക്കുന്നത്, മക്കളും ശ്രദ്ധിക്കുക. അതായത് 2x + 3y. സാർ ഒരു എക്സാമ്പിൾ ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്, നോക്കണം. ദാറ്റ് ഈസ് ഫൈൻഡ് dy/dx if 2x + 3y = sin y. അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ഇതിൽ ഒരു കാര്യമാണ് മക്കൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ. മക്കൾക്കുള്ള ബുദ്ധിമുട്ട് അതാണ്, എപ്പോഴും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ സാറ് പറഞ്ഞ കാര്യം, ഒരു ഇക്വേഷൻ ആണോ, അതിൽ എക്സും വൈയും കാണാൻ വരുന്നുണ്ടോ, അപ്പൊ അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, 2x, എക്സിന്റെ ഡെറിവേറ്റീവ് ഒക്കെ നമുക്കറിയാം, വൈയുടെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് സാർ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞുതരാം. നോക്കാം, 2x ന്റെ ഡെറിവേറ്റീവ് എന്താ, 2 ആണല്ലോ. സോ സാർ എന്ത് എഴുതി, 2x ന്റെ ഡെറിവേറ്റീവ് 2 എഴുതി, പ്ലസ് 3y. വൈയുടെ ഡെറിവേറ്റീവ് എന്താ മക്കളെ, dy/dx ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താ, dy/dx ആണ്. അത് മനസ്സിലോർക്കണം കേട്ടോ. അപ്പൊ 3 കോൺസ്റ്റന്റ് ആണല്ലോ, 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ, dy/dx is equal to sin y. sin y യുടെ ഡെറിവേറ്റീവ് എന്താ,
സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ് എക്സ് അല്ലേ. അപ്പൊ സൈൻ വൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കോസ് വൈ എന്ന് വരും. ഇനി ആരാണ് എക്സിന്റെ സ്ഥാനത്ത് വന്ന് നടക്കുന്നത് വൈ അല്ലേ. അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡു ചെയ്തിരിക്കണം. വൈയുടെ ഡെറിവേറ്റീവ് എന്താ ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഇതെങ്ങനെ മക്കളും ഈ ഒരു കാര്യം ഓർത്തു വെക്കണ്ടേ. മക്കള് സാർ പറയുന്ന കാര്യം ഓർക്കുക. അതായത് വൈ എന്ന് പറയുന്ന അല്ല വൈ ഉള്ളൊരു ടേം ആണ്, അതിനെ മക്കള് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ആ സമയത്ത് എന്ത് ഇൻഡു ചെയ്യാൻ മറന്നു പോരുത്, ഡി വൈ ബൈ ഡി എക്സ് ഇൻഡു ചെയ്യാൻ മറന്നു പോരുത്. വൈ ഉള്ള ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യാൻ മറക്കരുത്, ഇൻഡു ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്. ഒന്ന്, ആദ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഉള്ള ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡു ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാൻ മറക്കരുത്. വൈനെ എക്സ് ആയിട്ട് വിചാരിച്ചോ, സൈൻ വൈ എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, അപ്പൊ സൈൻ വൈ ആണെങ്കിൽ കോസ് വൈ. പക്ഷെ ഇൻഡു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേമുകളൊക്കെ ഒരുമിച്ച് ലെഫ്റ്റ് സൈഡിൽ വെക്കുക, ബാക്കിയുള്ളവരൊക്കെ റൈറ്റ് സൈഡിൽ വെക്കുക. അപ്പൊ ഇവൻ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളല്ലേ, ഇവൻ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം അല്ലേ. ഇവ രണ്ടുപേരും സാർ ലെഫ്റ്റ് സൈഡിൽ വെക്കണം. എങ്ങനെ വെക്കുക, 3 ഡി വൈ ബൈ ഡി എക്സ് അവിടെ വെച്ചു. ഇവനെ സാർ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമുകൾ റൈറ്റ് സൈഡിൽ വെക്കാം. ഇവിടെ ഇല്ല ഒരാളും ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത, പക്ഷെ ഇവിടെ ഉണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേം ആരാ 2 അല്ലെ. 2നെ റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ എന്താവും -2. അടുത്ത സ്റ്റെപ്പിൽ ഡി വൈ ബൈ ഡി എക്സ് രണ്ടീന്നും കോമൺ എടുക്കുക. രണ്ടീന്നും ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് മാത്രം വരും, 3 വരും. മൈനസ് ഈ ഡി വൈ ബൈ ഡി എക്സ് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് വരും, കോസ് വൈ ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താ മക്കളെ, -2. ഇവിടെ ഇൻഡു നടക്കുന്ന ആൾ നേരെ ഡിവിഷൻ ആയി 3 മൈനസ് കോസ് വൈ. സെറ്റ് ആണല്ലോ. അപ്പോ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ തറാവും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നമുക്ക് അതിൽ എക്സും വൈയും ഇങ്ങനെ ഇൻഡു ചെയ്ത് കിടക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഈ എക്സും വൈയും ഇൻഡു ചെയ്ത് കിടക്കുന്നത് കാണുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സും വൈയും ഇൻഡു ചെയ്ത് കിടക്കുന്ന കാണുമ്പോൾ അതിന് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും വൈനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും വിളിച്ച് നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം, പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. മറക്കരുത്, എക്സ് വൈ നമ്മൾ ഇൻറ്റു ചെയ്ത് കിടക്കണം. എക്സും വൈയും എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് വരാം, എക്സ് വൈ സ്ക്വയർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിൽ വരണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. അതിനൊരു മാറ്റില്ല. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിൽ സാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, വൈ ഉള്ള ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. വൈയുടെ ഡിഫറൻഷിയേഷൻ എന്താ, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. ഒരു ഡൗട്ട് ഇല്ലല്ലോ. പ്ലസ് എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സാർ എന്താ പറഞ്ഞ, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് വിളിച്ച് പ്രൊഡക്റ്റ് റൂൾ എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ, വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1. ഓക്കെ അല്ലേ, നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകാൻ സാർ പറഞ്ഞല്ലോ അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, യെസ്. പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2y. കാരണം എങ്ങനെ സാർ ഇതിനെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2x അല്ലെ. അപ്പൊ വൈ സ്ക്വയറിന്റെ എന്താ 2y. പക്ഷെ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം, വൈ ഉള്ള ടേമിനല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലെ. സാർ കുറച്ച് നേരത്തെ പറഞ്ഞുള്ളൂ അല്ലെ, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ചെയ്യുക. അപ്പൊ വൈയുടെ ടേമിനെ എക്സ് ആയിട്ട് വിചാരിച്ച് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് പിക്ക് ചെയ്തെടുക്കുക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, അപ്പൊ വൈ സ്ക്വയറിന്റെ 2y. പക്ഷെ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാൻ മക്കൾ മറന്നു വരുന്നത്, ഈക്വൽ ടു 100ന്റെ ഡെറിവേറ്റീവ് എന്താ 0. ഇനി സിമ്പിൾ അല്ലേ മക്കളെ, ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേമുകൾ നമുക്ക് ഒരുമിച്ച് എഴുതിയാലോ. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം കേട്ടോ. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആ ടേം, പിന്നെ ഇതേപോലെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് സാർ ലെഫ്റ്റിൽ എഴുതി. ബാക്കിയുള്ളവരെ റൈറ്റിലേക്ക് എടുത്തു. ബാക്കിയുള്ള ആരൊക്കെയാ, 2x റൈറ്റിലേക്ക് പോകുമ്പോൾ എന്തൊരു മക്കളെ -2x അല്ലെ. പിന്നെ പ്ലസ് y ഉണ്ട്, y ഇൻറ്റു 1, അത് റൈറ്റിലേക്ക് പോകുമ്പോൾ -y എന്നാവും. ഇനി ഇതിന് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. അതിനൊന്നും ഒരു മാറ്റമില്ല, ബാക്കിയെല്ലാം മക്കൾ ചെയ്യും സാറിന് അറിയാം. എന്താണ് ഡി വൈ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ഡി എക്സ് കോമൺ എടുത്തോളൂ. അപ്പൊ ഇതിന് എക്സ് പ്ലസ് എന്താ, ഇതിന് 2y ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 2x പ്ലസ് y എന്ന് കിട്ടും. മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താണ് 2x പ്ലസ് y എന്ന്. കാരണം എന്താ, രണ്ട് ടേമിലും മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ മൈനസ് പുറത്തേക്ക് എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2x പ്ലസ് y എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. So this is equal to, final answer നമുക്ക് എന്ത് കിട്ടി, dy by dx equal to minus of 2x plus y. ഇവിടെ ഇൻഡു നടക്കുന്ന ആൾ നേരെ അടിയിലേക്ക് വന്നു, x plus 2y. ഓക്കെ, സെറ്റ് ആണല്ലോ. യെസ്. അപ്പോ നമ്മൾ നെക്സ്റ്റ് പോവാണ്. അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിരിച്ചറിഞ്ഞുള്ള മക്കള് ഒരു ഇക്വേഷൻ ആയിരിക്കും. അതെന്തായിരിക്കും, എക്സും വൈയുടെയും ടേംസിലായിരിക്കും. അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് മക്കള് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. സിമിലർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഇനി മുന്നോട്ട് പോകുന്നതോറും ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ടുണ്ട് മക്കള്, പക്ഷെ ഇത് എവിടെയാണ് ഉപയോഗിക്കുക അല്ലെ. ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് സാറേ, പക്ഷെ എനിക്ക് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കുന്നത് എവിടെയെന്ന് അറിയില്ല. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ മക്കളെ നോക്കി ഇത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് എന്താണ്, ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട്
വേറൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യും. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ. അല്ല, നമുക്ക് അതിന് എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഇൻറ്റു ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻസ് വന്നു, 3 ഫംഗ്ഷൻ ഇൻറ്റു ചെയ്ത് നടക്കുന്നു, 4 ഫംഗ്ഷൻ ഇൻറ്റു ചെയ്ത് നടക്കുന്നു, അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു സമയത്ത് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക? ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ആണ്. എനിവേ സാർ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു മോഡലാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു മോഡലും കൂടി മക്കൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിനേക്കാണ് സാർ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അത് ചോദിക്കുക: ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു സൈൻ എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0 വിത്ത് റെസ്പെക്ട് ടു എക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് ഇവിടെ കാണാൻ വരുന്നില്ല മക്കൾ, കണ്ടോ? എക്സിന്റെ പവർ ആയിട്ട് സൈൻ എക്സ് വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? അപ്പൊ അതിന് സ്റ്റെപ്പുകൾ ഉണ്ട്. സാർ പറയുന്ന ഒരു കാര്യം ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വരുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ്? നമ്മൾ y എന്ന ഫംഗ്ഷനെ കയറി വിളിക്കും. നമ്മൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് വിളിക്കൂടാ? y എന്ന് വിളിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സിലും നമ്മൾ എന്തെടുക്കും? ലോഗ് എടുക്കും, ലോഗരിതമിക് എടുക്കും. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗ് എക്സ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു എന്താണ്? എം ലോഗ് എക്സ്. എന്താണ്? എം ഇൻടു ലോഗ് എക്സ്. ഇതെന്താ ഇതിന്റെ അർത്ഥം? ഇതെങ്ങനെ ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു വെക്കുക? സിമ്പിൾ ആയിട്ട് ലോഗ് എക്സ് റൈസ് ടു പവർ, ആ പവറിൽ കിടക്കുന്ന എം പവർ ഇൻടു ബേസിൽ കിടക്കുന്ന ലോഗ് എക്സ്, പവർ ഇൻടു ലോഗ് എക്സ്. അത്രേ ഉള്ളൂ. ആക്ച്വലി സിമ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ മറ്റേ ഇംപ്ലിസിറ്റിൽ ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെയാണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലോഗരിതം ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. അതിൽ സാറ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ ഒന്ന് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് ബാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഓർഡർ മക്കൾ മനസ്സിലാക്കുക. സാർ ചെയ്യട്ടെ. ഫസ്റ്റ് നോക്കിയിടാം, y എന്ന് സാർ ആ ഫംഗ്ഷനെ വിളിക്കുകയാണ് കേട്ടോ. നമ്മളെ സ്റ്റെപ്പ് എന്താ? y എന്ന് നമ്മൾ സൈൻ എക്സ്, എക്സ് റേസ് ടു സൈൻ എക്സ് വിളിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ട് സൈഡിലും സാറ് ലോഗ് എടുക്കാൻ പോവാണ്. ലോഗ് എടുക്കുമ്പോൾ എന്താവും? ജസ്റ്റ് ലോഗ് y is equal to ഇവിടെ ലോഗ് എടുക്കുക, ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് സാർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. നമുക്ക് പല പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി മാത്രമാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ടാവുള്ളൂ. അവിടെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ലോഗ് എക്സ് റേസ് ടു എം. എന്താണ് സാർ പറഞ്ഞത്? ഈ പവറിൽ കിടക്കുന്ന എം ഇൻറ്റു അടിയിൽ കിടക്കുന്ന ആള്. അപ്പൊ നോക്കടാ, ഇവിടെ നമുക്ക് പവറിൽ കിടക്കുന്ന ആൾ ആരാ? സൈൻ എക്സ് ഇൻറ്റു അടിയിൽ കിടക്കുന്ന ആള്. അപ്പൊ ലോഗ് y is equal to പവറിൽ കിടക്കുന്ന സൈൻ എക്സ് ഇൻറ്റു അടിയിൽ കിടക്കുന്ന ലോഗ് എക്സ്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോ മനസ്സിൽ വരുന്ന കേട്ടോ, ഇൻറ്റു ചെയ്ത് ഇങ്ങനെ, ഐ മീൻ ഇൻറ്റു അല്ല, അതായത് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൽ വെച്ചോളൂ, ഇവിടെ നമുക്ക് എന്തായിരിക്കും വരാ? പ്രൊഡക്റ്റ് റൂൾ ആയിരിക്കും വരാ. എന്തായിരിക്കും വരാ? പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഡിഫറൻഷിയേറ്റ് ആണല്ലോ നമ്മൾ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലോഗ് എക്സിന് എന്താ? 1/x. അപ്പൊ ലോഗ് വൈയുടെ എന്താ? 1/y ഇൻടു എന്താണ്? dy ബൈ dx. കാരണം എന്തുകൊണ്ടാ? വൈയുള്ള ടെർമിനൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻടു dy ബൈ dx വേണം. ഇനി നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ? cos x. സിമ്പിൾ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? dy ബൈ dx കണ്ടുപിടിക്കാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന y ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താ മക്കളെ? ഇൻടു ആവല് ചെയ്യാം. സോ ഇൻടു ആയി ബാക്കിയുള്ള ടേമിന് അതേപോലെ സാർ ഇവിടെ എഴുതി. അവസാനം എന്ത് മറന്നു പോരുത്? y എന്ന് പറയുന്നത് എക്സ് റേസ് ടു സൈൻ എക്സ് ആയതുകൊണ്ട് ഇവിടെ വൈയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ആ ഫംഗ്ഷന്റെ വാല്യൂ അവസാനം 8 കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം പ്രത്യേകത ഉണ്ട്, ഈ എക്സിന്റെ ടേമിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗരിതമിക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആൻസർ എന്തിലായിരിക്കും? എക്സിന്റെ ടേംസിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ y എന്ന് പറയുന്ന ആള് ഇവിടെ വരുമ്പോൾ അവസാനം y എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. സോ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ മോഡലിൽ ലോഗ് എക്സ് റേസ് ടു കോസ് എക്സ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ അതൊക്കെ മക്കൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും നോർമൽ ആണ്, സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഇൻഡു ആയി കിടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കോമ്പോസിറ്റ് വന്നേക്കാം. അത് മനസ്സിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ചെയ്യുന്ന കേസിൽ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ലോഗ് എക്സ് റേസ് ടു കോസ് എക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. എന്താണ്? ഫൈൻഡ് dy by dx if y raised to x is equal to
എക്സ് റേസ് ടു വൈ എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ്. y raised to x is equal to x raised to y എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ഇത് ലോഗരിതം ഡിഫറൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ എന്താ നേരത്തെ മോഡൽ അല്ല, രണ്ട് ഫംഗ്ഷൻസ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് കിടക്കണം അല്ലെ, ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ കിടക്കുന്നുണ്ട് അല്ലെ, ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പൊ നേരെ പോയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇത് വേണ്ട, രണ്ട് സൈഡ് നമ്മളൊരു ഫംഗ്ഷൻ ഈക്വൽ ആയിട്ട് കിടക്കാണ്. അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കാണ്, ലോഗ് എടുക്കാണ്. രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കാണ്, ലോഗ് എടുക്കാണ്. ഓക്കെ, അപ്പൊ ലോഗ് y is equal to, I mean log y raised to x equal to log x raised to y. രണ്ട് സൈഡിലും നേരെ സാർ എന്തെടുത്തു, ലോഗ് എടുത്തു. ലോഗ് എടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ലോഗ് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ ഈ പവർ ഇൻറ്റു എന്താ അടിയത്ത് ലോഗ് എക്സ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, ലോഗ് y raised to x എന്ന് പറയുന്നത് പവർ എക്സ് ഇൻറ്റു അടിയത്താൾ എന്താ ലോഗ് y is equal to ഇവിടെ എന്താ പവർ y ഇൻറ്റു അടിയത്താൾ എന്താ ലോഗ് എക്സ്. ഓക്കെ, യെസ്. അപ്പോ അടുത്ത എന്തായിരിക്കും, ഇതിനെ നമ്മൾ ഇവിടെ എവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ 1/y ഇൻറ്റു dy by dx. കാരണം എന്തുകൊണ്ടാ, എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ dy by dx. ലോഗ് എക്സിന്റെ അല്ലേ 1/x, അപ്പൊ ലോഗ് വൈയുടെ 1/y ഇൻറ്റു dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ ലോഗ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1 ആണ്, ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് ഫംഗ്ഷൻ y ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെ. അപ്പൊ y ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ dy by dx. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് dy by dx. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കാം, ദാറ്റ് ഈസ് എക്സ് ബൈ വൈ ഇസ് ഇൻറ്റു dy by dx. ഈ ടേം ഇവിടെ വെച്ചു സാറ്. ദെൻ dy by dx ഉള്ള വേറൊരു ടേം ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ. സാറ് പറഞ്ഞിട്ടുണ്ട് dy by dx ഉള്ള ടേമിനെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കണം. അപ്പോ ഇവിടുത്തെ dy by dx ഉള്ള ടേമിന് അവിടെ തന്നെ വെച്ചു സാറ്. ഈ dy by dx ഉള്ള ടേമിന് നേരെ ലെഫ്റ്റ് എടുക്കുമ്പോൾ എന്താവും, മൈനസ് ലോഗ് എക്സ് ഇൻറ്റു dy by dx is equal to dy by dx ഇല്ലാത്ത ടേമുകൾ സാറ് റൈറ്റ് സൈഡിൽ വെക്കും. അപ്പൊ ഇവിടെ ഉള്ള ടേമിനെ സാറ് വെക്കുകയാണ്, y by x ഇവിടെ വെക്കുകയാണ്. പിന്നെ ബാക്കി dy by dx ഇല്ലാത്ത ടേം ഇവനാണ് കേട്ടോ. അവനെ സാറ് നേരെ ഇങ്ങോട്ട് എടുക്കുകയാണ്, ലോഗ് y ഇൻറ്റു 1 ലോഗ് y. ഇവനെ സാർ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ എന്താവും, മൈനസ് ലോഗ് y എന്നാവും. അപ്പൊ നോക്കിയേ, ഇനി ഇതിന് dy by dx സാറിന് കോമൺ എടുക്കാലോ. dy by dx പുറത്തേക്ക് എടുത്താൽ ഇതിൽ എക്സ് ബൈ വൈ മൈനസ് ഇതിന് dy by dx ലോഗ് എക്സ് ഈക്വൽ ടു y by x മൈനസ് ലോഗ് y. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം മക്കളെ. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നോക്കാം. ഇവിടെ ലോഗ് എക്സ് ബൈ 1 എന്നല്ലേ, സോ 1 ഇൻറ്റു എക്സ് എക്സ് മൈനസ് ലോഗ് എക്സ് ഇൻറ്റു വൈ വൈ ലോഗ് എക്സ് ബൈ ലോഗ് വൈ ഇൻറ്റു 1 വൈ. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയാണ് ലോഗ് വൈ ബൈ 1 ഇടുക അല്ലെ. അപ്പൊ 1 ഇൻറ്റു വൈ വൈ മൈനസ് എക്സ് ഇൻറ്റു ലോഗ് വൈ എക്സ് ലോഗ് വൈ ബൈ അടിയിൽ എന്ത് വരും, എക്സ് വരും. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പില് dy by dx is equal to നമുക്ക് എന്ത് ചെയ്യാം, ഈ y സാറ് മുകളിലേക്ക് എടുക്കാണ്. അടിയിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്ന ആൾ മുകളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഇൻറ്റു ആവും. ഇത് നോക്കിയേ, ഇവിടെ മുകളിൽ കിടക്കാണ് അല്ലെ. മുകളിൽ കിടക്കുന്ന ആൾ നേരെ അടിയിലേക്ക് എടുത്താൽ എക്സിന്റെ ഒപ്പം നേരെ ഇവൻ അടി വന്ന് കിടന്ന് എക്സ് മൈനസ് വൈ ലോഗ് എക്സ് എന്നാവും. അപ്പൊ dy by dx ഈക്വൽ ടു ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിക്കുക, നമ്മളൊരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ കിടക്കുന്നു, പക്ഷേ എന്താണ് ഈക്വൽ ആയിട്ട് കിടക്കാണ് കേട്ടോ. നേരെ ലോഗ് എടുത്ത് മക്കൾ എന്ത് ചെയ്യുക, സാർ ചെയ്തത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ആണല്ലോ, യെസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താ, നെക്സ്റ്റ് എന്താ, ഒരാൾ കൂടി നമുക്ക് മെയിൻ ആയിട്ടുണ്ടല്ലേ. ഏതാത്, ദാറ്റ് ഈസ് നമ്മുടെ പാരാമെട്രിക് ഫോം. സാർ ക്വസ്റ്റ്യൻ നേരെ ഇട്ടേക്കാണ്, ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ പാരാമെട്രിക് ഫോം. അപ്പൊ എങ്ങനെയാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് നോക്ക്. എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ അങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലെ, കോമ വൈ ഇസ് ഈക്വൽ ടു അതേ ടേംസിൽ ടിയുടെ ടേമിൽ നമുക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താ, പാരാമീറ്റർ ആണ്. ടി എന്ന് പറയുന്നത് എന്താ മക്കളെ, പാരാമീറ്റർ ആണ്. അതായത് മൂന്നാമതൊരു വേരിയബിൾ ആണത്. അതായത് എക്സും വൈയും അതിനോട് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരാമെട്രിക് ഫോമിന്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പാരാമെട്രിക് ആണെന്ന് മനസ്സിലാക്കുക. എക്സ് ഈക്വൽ ടു ഒരു പാരാമീറ്റർ, ടി എന്ന് ഒരു പാരാമീറ്റർ വേറൊരു വേരിയബിളിന്റെ റിലേഷൻ തന്നിട്ടുണ്ടാവും. അതേപോലെ വൈ ഈസ് ഈക്വൽ ടു അതേ പാരാമീറ്റർ ആയിട്ടുള്ള ടിയുടെ റിലേഷനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് dy by dx ഡിഫൈൻ ചെയ്യുക, dy by dx ഈക്വൽ ടു dy by y ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പാരാമീറ്റർ. ഏതാ പാരാമീറ്റർ, dt by dx by dt. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയും വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയും. സിമ്പിൾ ആണത്. അപ്പൊ ആദ്യം സാർ എന്ത് ചെയ്യുന്നു, dx by dt കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് ഈക്വൽ ടു 80 സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 80 എന്ന് സാർ അവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം സാർ എന്ത് കണ്ടുപിടിക്കാൻ പോകണം മക്കളെ, dx by dt കണ്ടുപിടിക്കാൻ പോകണം. മക്കളെ ശ്രദ്ധിക്കുക, dx by dt നമുക്ക് അതേ ടി എന്ന് പറയുന്ന ഫംഗ്ഷന് അതേ ടിയിൽ വെച്ച് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു അത് മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ 2t, ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ 2t. അപ്പൊ നമ്മള്
എന്താണ് a into 2t നെ 2at എന്ന് സാറിന് എഴുതാം അല്ലെ. ഇനി y-യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോകാം, dy by dt കണ്ടുപിടിക്കാൻ പോകണ്ട. നോക്ക് 2a കോൺസ്റ്റന്റ് 2a into t-യുടെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു t, x-ന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ 1. അപ്പൊ t-യുടെ ഡെറിവേറ്റീവ് എന്താ അതേപോലെ ചിന്തിച്ചാൽ മതി കേട്ടാ 1. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു dy by dx ഈക്വൽ ടു എന്താ dy by dt by dx by dt. ആദ്യം dy by dt ചെയ്താൽ മുകളിലെ 2a by dx by dt 2at. ഈ 2am ഈ 2am ക്യാൻസൽ ആയിട്ട് ആൻസർ എന്ത് കിട്ടി 1/t എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇതേ പാരാമീറ്റർ ടിയുടെ സ്ഥാനത്ത് തീറ്റ ആയിട്ട് വേണമെങ്കിൽ വരാം. തീറ്റ ആയിട്ട് നമുക്ക് രണ്ട് മോഡൽ പാരാമീറ്റർ ഇഷ്ടമുള്ളത് വരാട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ തീറ്റയും ടിയും ആണ് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സാർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. തീറ്റയുടെ ടേംസിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് dy by dx if x equal to അല്ലെ തീറ്റയുടെ ടേംസിലാണ് അല്ലെ y is equal to തീറ്റയുടെ ടേംസിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ചെയ്യേണ്ടത്. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റെപ്പ് ഒന്നില്ല. ആദ്യം നമ്മൾ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, വൈനെ നമ്മൾ എന്ത് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, യെസ്. ഫസ്റ്റ് സാർ എക്സ് ഈക്വൽ ടു എ ഇൻടു തീറ്റ മൈനസ് സൈൻ തീറ്റ എടുക്കുകയാണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് തീറ്റയുടെ ഡെറിവേറ്റീവ്. അപ്പൊ നമ്മൾ ആ പാരാമീറ്ററിനെ എക്സിന്റെ ഡെറിവേറ്റീവ് ചിന്തിക്കുന്ന പോലെയാണ് ചിന്തിക്കേണ്ടത്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ 1, തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ 1. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? കാരണം തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് തന്നെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. യെസ്, അപ്പൊ ഇൻടു 1 മൈനസ് കോസ് തീറ്റ, സിമ്പിൾ ആണ്. തീറ്റയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് എന്താ കോസ് തീറ്റ അല്ലേ? യെസ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ സാർ എന്ത് കണ്ടുപിടിക്കാണ്? y is equal to a into y is equal to a into y is equal to a into 1 plus cos theta. അതിന്റെ ഡെറിവേറ്റീവ് ആണ് സാർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ y is equal to a into 1 plus cos theta ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്താ dy by d theta is equal to a constant, then 1 ന്റെ ഡെറിവേറ്റീവ് എന്താ 0 പ്ലസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്താ മക്കളെ മൈനസ് സൈൻ തീറ്റ. അപ്പൊ പ്ലസ് മാറി ഇവിടെ എന്തായി മൈനസ് ആയി. ഓക്കെ, അപ്പൊ a into മൈനസ് സൈൻ തീറ്റ അതിനെങ്ങനെ എഴുതാം മൈനസ് a സൈൻ തീറ്റ എഴുതി കൂടെ. ഇനി സിമ്പിൾ അല്ലേ, dy by dx എന്ന് പറയുന്നത് dy by d theta by dx by d theta. സാർ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആൻസർ dy by d theta എന്താ മൈനസ് a sin theta by dx by d theta എന്താ a into 1 minus cos theta. ഇതിൽ എയും ഈ എയും സാറിന് ക്യാൻസൽ ആയി പോകും. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ ഉള്ളത് എന്താ മൈനസ് സൈൻ തീറ്റ ബൈ ബാക്കി നമുക്ക് അവിടെ ഉള്ളത് എന്താ മൈനസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ എന്നല്ലേ ഉള്ളത്. ഓക്കെ, ഇതില് ഈ 1 മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മക്കൾ എന്താ ഓർമ്മ വരണം? ഹാഫ് ആംഗിൾ ഫോർമുല ഓർമ്മ വരണം. ഏതൊക്കെ ഹാഫ് ആംഗിൾ ഫോർമുല എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 cos square theta by 2 1 minus cos theta എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 2 sin square theta by 2 എന്നും sin theta കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 2 sin theta by 2 cos theta by 2 അപ്ലൈ ചെയ്യാൻ ഓർമ്മ വരണം. അത് ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും രണ്ട് പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ആയിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ മക്കളെ ഓർമ്മ വരണം, ഇത് ഹാഫ് ആംഗിൾ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ സിംപ്ലിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം മക്കൾ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന മക്കളുടെ കുറച്ച് മാർക്ക് നഷ്ടപ്പെടും, 1/2 മാർക്ക് 1 മാർക്കൊക്കെ നഷ്ടപ്പെടും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോ സൈൻ തീറ്റ ഇതിൽ 3 പേര് 2 പേര് വന്നാൽ മക്കൾ അതിനെ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റൻ നമ്മൾ ചെയ്തതാണ് അല്ലെ. ഓക്കെ, എനിവേ മൈനസ് എന്താണ് ഫോർമുല അപ്ലൈ ചെയ്യണം കേട്ടോ. സൈൻ തീറ്റ സ്ഥാനത്ത് മൈനസ് അവിടെ ഉണ്ട്, മൈനസ് അവിടെ കിടന്നോട്ടെ. സൈൻ തീറ്റ സ്ഥാനത്ത് സാർ എന്ത് ചെയ്യുന്നു 2 sin theta by 2 cos theta by 2 അടിയിൽ 1 മൈനസ് കോസ് തീറ്റ എയും പോയിട്ടാ 1 മൈനസ് കോസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു സാറ് 2 sin square theta by 2. അപ്പൊ ഈ 2 2 കൂടെ ക്യാൻസൽ ആയി, സ്ക്വയർ ഇത് ക്യാൻസൽ ആവും. കാരണം എന്താ സൈൻ തീറ്റ ബൈ 2 മുകളിലത്തെ ഈ ഒരു സ്ക്വയറും ക്യാൻസൽ ആയി. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക മുകളിൽ മൈനസ് ഉണ്ടാവും, കോസ് തീറ്റ ബൈ 2 മാത്രം ഉണ്ടാവും. അടിയിലാണെങ്കിലോ 2 പോയി ഈ സ്ക്വയറും പോയി എന്തുണ്ടാവും സൈൻ തീറ്റ ബൈ 2 മാത്രം. മക്കളെ സൈൻ ബൈ കോസ് എന്താ ടാൻ ആണ് അല്ലെ. സോ തിരിച്ച് കോസ് ബൈ സൈൻ എന്തായിരിക്കും കോട്ട് അല്ലെ. ഓക്കെ, മൈനസ് കോട്ട് തീറ്റ ബൈ 2 ആംഗിൾ സെയിം ആണല്ലോ. അപ്പൊ മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2 സാറിന് എങ്ങനെ എഴുതാം മൈനസ് കോട്ട് തീറ്റ ബൈ 2 എന്ന് എഴുതാം കേട്ടോ. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ പാരാമെട്രിക് ഫോമിൽ മക്കൾ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, വളരെ സിമ്പിൾ ആണ്. അതിൽ നല്ലൊരു ക്വസ്റ്റൻ ആണ് സാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ. ഓക്കെ, അത് ഏതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. എന്താണ് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ സാർ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ dy by dx ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. y is equal to എന്താ sin x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയാണ് dy by dx. ഇതാണല്ലോ dy by dx. sin x ഡെറിവേറ്റീവ് എന്താ cos x. ഇത് നമുക്കറിയാലോ അല്ലെ. ഇനി ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സാർ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്നാണ് ഇതിനെ പറയാം നമ്മൾ കേട്ടോ. ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയാം.
അതിന്റെ ആൻസർ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യാണ്. dy by dx വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയാ. ആൻഡ് ഇറ്റ് ഈസ് നോട്ടഡ് ആസ് ഇൻ ദ d square y by dx square is equal to എന്താ cos x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ ആലോചിക്കണം. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് sin x. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത്. ഇത് ഇവിടെ നിന്ന് നിൽക്കോ, ഇനിയും നമുക്ക് ഇതിനെ ഡെറിവേറ്റീവ് ചെയ്താൽ അടുത്ത തേർഡ് ഓർഡർ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിവേ നമുക്ക് സെക്കൻഡ് ഓർഡർ വരെ അറിഞ്ഞിരുന്നാൽ മതി മക്കളെ. നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ് സാർ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. അത് മക്കളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ യെസ്. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഇഫ് y is equal to, നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് എക്സാമിന് ചോദിക്കുമ്പോൾ എപ്പോഴും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസുകളാണ് എന്ത് ചെയ്യുക ചോദിക്കാറ്. അപ്പൊ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു മോഡലാണ് y is equal to sin inverse x. എന്നിട്ട് എന്താണ് ഇത് നമ്മൾ തെളിയിക്കണം അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ആദ്യം മക്കൾ അതേപോലെ തന്നെ y is equal to sin inverse x എന്ന് എഴുതിയിട്ട് സാർ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോ നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് വേണം, അതേപോലെ അതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കെ വേണം അല്ലെ, എന്നാലല്ലേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് തെളിയിക്കാൻ പറ്റൂ. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് സാർ പോകുന്നത്. അപ്പൊ വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എന്താ, dy by dx അല്ലേ, ഇസ് ഈക്വൽ ടു sin inverse x ന്റെ ഡെറിവേറ്റീവ്. ബൈ ഹാർട്ട് അറിയണോട്ടെ, sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ 1/√1 - x square. sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ 1/√1 - x square. cos inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ, ഇതിനൊരു മൈനസ് ഇട്ട് കൊടുക്കുക. sin inverse x അതേപോലെ cos inverse x, tan inverse x, ഇവരെ മൂന്നേര് ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ 1/√1 - x square. cos inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ -1/√1 - x square. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ 1/1 + x square. മിനിമം ഈ മൂന്ന് പേരുടെ എന്ത് വന്നാലും മക്കൾ അറിഞ്ഞിരിക്കണം. ഓക്കെ യെസ്. അപ്പോ ഇത് വെച്ചിട്ട് നമ്മള് യെസ്, അപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ അത് പറഞ്ഞതാണ് കേട്ടോ. യെസ്, ബാക്കിയുള്ളവരെയും ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, എനിവേ നമുക്ക് തിരിച്ചു വരാം. നോക്കുക, dy by dx സാറിന് എന്ത് ചെയ്തി, sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ 1/√1 - x square. ഇനി അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് d² y by dx square ആവശ്യമുണ്ട്. പക്ഷെ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, ഇതിങ്ങനെ 1/√ ആയിട്ട് കിടക്കാണ് അല്ലെ. സോ അതിനെ പോയി വീണ്ടും സാർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുകയും വേണം, എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തുകയും വേണം അല്ലെ. അതിന് ചെയ്യേണ്ട നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ കിടക്കുന്ന അടിയിൽ കിടക്കുന്ന ഈ √1 - x square സാർ ലെഫ്റ്റേക്ക് ഉണ്ടാവണം. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന ആൾ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താ ഇൻറ്റു അല്ലേ ആവുക. സോ √1 - x square ഇൻറ്റു dy by dx ഈക്വൽ ടു എന്തായി 1 എന്നായി. അതിനുശേഷം സാർ ഇവിടെ എന്താ അപ്ലൈ ചെയ്യാൻ പോവാണ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ. ഇനി ഡിഫറൻഷിയേറ്റ്, ഇതിന് ശേഷമാണ് സാർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്നും വിളിച്ച് സാറിന് ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ. അപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ √1 - x square ഇൻറ്റു dy by dx ന്റെ ഡെറിവേറ്റീവ് എന്താ d²y. dy by dx ആണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ, അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ സെക്കൻഡ് ഓർഡർ കിട്ടും. dy by dx ന്റെ ഡെറിവേറ്റീവ് എന്താ d² by dx square പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ dy by dx ഇൻറ്റു അതേപോലെ ചെയ്തിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് സാർ ഇവിടെ ഇരുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ചിന്തിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എന്തറിയണം, √x ന്റെ ഡെറിവേറ്റീവ് അറിയണ്ടേ. √x എന്താ 1/2√x ആണ്. അപ്പോ dy by dx ഓഫ് എന്താണ്, നമുക്കിപ്പോ കണ്ടുപിടിക്കുന്ന √1 - x square അല്ലെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും 1/x ന്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നവൻ ആരാ 1 - x square. 1/2√1 - x square ഇൻറ്റു ആരാണോ എക്സിന്റെ സ്ഥാനത്ത്, അതല്ലേ കോമ്പോസിറ്റ് നമ്മൾ പഠിച്ചത്, ആരാണോ എക്സിന്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നത് അവൻ x ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇൻറ്റു ആ എക്സിന്റെ സ്ഥാനത്ത് വന്ന് നടക്കുന്നവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കണം. 1ന്റെ ഡെറിവേറ്റീവ് 0 - x square ഡെറിവേറ്റീവ് എന്താ 2x. എന്ത് വരും അവിടെ, അപ്പൊ നമുക്ക് ഇൻറ്റു സാർ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ട 1/2√1 - x square ഇൻറ്റു -2x ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് എന്താ 0. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് നോക്ക്, ഇത് നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നമുക്ക് √1 - x square അല്ല, ഇവിടെ d² y by dx square ഉണ്ട്. അതിന്റെ അപ്പം ഇൻറ്റു ചെയ്തെടുക്കുന്നത് എന്താ, ഇതേ സംഭവം റൂട്ടിലാണ്ട് കിടക്കുന്നു അല്ലെ. സോ ഇതിനെ നമുക്ക് എങ്ങനെയാ റൂട്ട് കളയാൻ വരുന്നത്, √1 - x square റൂട്ട് പോകണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം നോക്കിയപ്പോ ഇവിടെ നമുക്ക് എന്താണ് മൈനസ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇതുണ്ട് കേട്ടോ മക്കൾ, ഇവിടെ മൈനസ് ആണ് കേട്ടോ. എന്താണ് ഇവിടെ മൈനസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ഉണ്ട് നമ്മൾ അതിൽ, മൈനസ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണം മൈനസ് ഇവിടേക്ക് എടുത്ത് എഴുതാം. എക്സ് ഉണ്ട് നമ്മൾ അതിൽ. ഓക്കെ, എക്സും ഇവിടെ ഉണ്ട്. dy by dx നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ എന്ത് വേണ്ട, ഈ ഒരു കംപ്ലീറ്റ് ടേം നമുക്ക് ഇവിടെ വേണ്ട അല്ലെ, അത് നമുക്ക് പോകണം. ഓക്കെ, അതിനു മുമ്പ് സാർ ഈ 2 ഒന്ന് കട്ട് ചെയ്തോട്ടെ. ഈ 2ഉം പോവില്ലേ. ഓക്കെ, ഈ റൂട്ടുള്ള ആളവിടെ വേണ്ട. അപ്പൊ ഇവിടെ എനിക്ക് റൂട്ട്
പോയിട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് മാത്രമാവണം. ഇവിടെ ആണെങ്കിലോ ഈ റൂട്ടുള്ള ആൾ പോവുകയും വേണം. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വരുന്ന ഒരു സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ എടുത്താൽ പോരെ. ആ സ്റ്റെപ്പാണ് ഈ അടിയിൽ കിടക്കുന്ന ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് സാർ എന്ത് ചെയ്യുന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. കംപ്ലീറ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു നോക്കാം. ഓക്കെ, യെസ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഇപ്പൊ സാറ് 2 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പിൽ അത് എഴുതിയിട്ടുണ്ട്. നോക്കാം, മൈനസ് എക്സ് ആദ്യം എഴുതി, പിന്നെ ഡിവൈഡ് ബൈ ഡി എക്സ്, പിന്നെ 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. 2 ക്യാൻസൽ ചെയ്ത സ്റ്റെപ്പ് എഴുതിയേക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനെ കളയണം. ഇവിടെ ആണെങ്കിൽ റൂട്ടും പോകണം അല്ലെ. ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ സാർ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്താ ചെയ്താ, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. എടാ റൂട്ട് ഉള്ള ആളെ റൂട്ട് 1 മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എന്താ, റൂട്ട് പോയി കിട്ടൂലേ. റൂട്ട് ഇൻറ്റു റൂട്ട് എന്താ, റൂട്ട് പോകും. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് ആണ്. അപ്പൊ റൂട്ടിന് ഉള്ള സംഖ്യനെ അതേ റൂട്ടുള്ള സംഖ്യയോട് സാർ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ റൂട്ട് പോയി. അതെന്താവും, 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ സാർ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും, ഇതും ക്യാൻസൽ ആയി പോയിട്ട് അവിടെ അത് പോയി ഈക്വൽ ടു 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0. അപ്പൊ ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എഴുതിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് മക്കൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആൻസർ എടുത്തെഴുതാം. അത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. അതേപോലെ ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് തന്നിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ എന്നൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ഈ അടി കിടക്കുന്ന ആളെ നേരെ ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അടിയത്തെ ആളോട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാർ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഭാഗത്ത് സാറ് ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഓണം എക്സാം. ഓക്കെ, താങ്ക് യു, ടാറ്റ, ബൈ ബൈ.